ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഡ്രീംസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പാലപ്പം തയ്യാറാക്കുമ്പം അരി കുതിർത്ത് അതേപോലെ ചോറും തേങ്ങയും ഒക്കെ അരച്ചിട്ടാണ് പാലപ്പം തയ്യാറാക്കുന്നത്. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അതേപോലെ ചോറും തേങ്ങയും ഒന്നും ഇതിനാവശ്യമില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടി, വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഇതേപോലെ ഇപ്പം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ തീ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. അരിപ്പൊടി ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഇനി കുറച്ചും കൂടി കുറുകി വരേണ്ടതുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയെല്ലാം തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നിടം വരെ കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നോൺ സ്റ്റിക്കിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. ഇപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. അതെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ശേഷം 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെയാണ് ചേർക്കേണ്ടത്. ഇത്രയും മാത്രം മതി നമ്മളുടെ സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാവെല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ടതില്ല. ഇനി നേരെ അപ്പം ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പം ചൂടാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്കൊരു തവി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇവിടെ നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഇവിടെ മുട്ടക്കറിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.